Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ്. എവിടെ വരെ എടുത്തു? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് വരെ എടുത്തത്? ഓപ്പറേഷൻ തിയേറ്റർ വരെ കംപ്ലീറ്റ് അല്ലേ? ഓപ്പറേഷൻ തിയേറ്റർ അനസ്തീഷ്യ വരെ കംപ്ലീറ്റ് അല്ലേ? നെക്സ്റ്റ് ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലേ തുടങ്ങേണ്ടത്? ആണോ? അല്ലേ? ശരി, അപ്പൊ അവിടെ വരെ ക്ലിയർ അല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അത് വരെ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ, സമയമൊന്നും കളയുന്നില്ല. ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് തന്നെയാണ് ഇതും കൈകാര്യം ചെയ്യേണ്ടതും കൃത്യമായിട്ട് നോക്കേണ്ടത്. ഇതിലൊരു 4 പോയിന്റ്സേ പറയുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഇതിൽ വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടുന്നവ ഏതാണെന്നുള്ളത് ചിലപ്പോ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പൊ അതില് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്, ലാബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചെക്ക് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ അതിൽ 3 ഓപ്ഷൻസും വേറെ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ തരുമ്പോഴും നിങ്ങൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? 1000 ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ 1000 പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണത്തിൽ എറേഴ്സ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുണ്ട്, അതിന്റെ നമ്പർ റേറ്റ് എടുക്കുന്നു, അതിന്റെ റേറ്റ് എടുക്കുന്നു. അതാണ് ഒന്നാമത്തെ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണത്തിൽ പിശകുകൾ വന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ് എടുക്കുകയാണ് ഒന്നാമത്തെ ചെയ്യും. രണ്ടാമത്തത് റേറ്റ് ഓഫ് റിഡോസ്. എന്തായിരിക്കും റേറ്റ് ഓഫ് റിഡോസ് എന്ന് പറഞ്ഞാല്? ടെസ്റ്റുകൾ നമ്മൾ രണ്ടാമതും റിപ്പീറ്റ് ചെയ്യില്ലേ? ചില ടെസ്റ്റുകൾ തന്നെ അനാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ടെസ്റ്റുകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട എറേഴ്സോ കാര്യങ്ങളോ വന്നിട്ട് നമ്മൾ രണ്ടാമതും അത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടതിനെയാണ് റേറ്റ് ഓഫ് റിഡോസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട പിശകുകൾ വന്ന് റിപ്പീറ്റ് ചെയ്ത് ആവശ്യമില്ലാതെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ടെസ്റ്റുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. മൂന്നാമത്തത് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. എന്താ? ചികിത്സാപരമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിമിലർ ആയിട്ട് വരുന്ന ലബോറട്ടറി റിപ്പോർട്ടുകൾ. ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിട്ട് പോയി, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് പോയി, ഡോക്ടേഴ്സ് കുറേയധികം ടെസ്റ്റുകൾക്ക് തരും അല്ലെ? അത് ആ രോഗമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ടെസ്റ്റുകൾ തരുന്നത് അല്ലെ? കുറച്ച് സിംറ്റംസിലും കുറച്ച് രോഗങ്ങൾ ഇതൊക്കെ ആയിരിക്കാം എന്നൊരു ഐഡിയ ഡോക്ടറിനുണ്ടാവും. അതിനുശേഷം ഡോക്ടർ ഈ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോ ചെസ്റ്റ് പെയിൻ ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ECG ആയിരിക്കാം അതിന് പ്രിഫർ ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് കൂടി വെച്ചിട്ടല്ലേ ഇത് ഇന്നത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് ഡോക്ടേഴ്സ് പറയാം. അപ്പൊ ഇവിടെ ഒരു പ്രഷറോ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ഷുഗറോ ആയിട്ട് ചെന്നാൽ ഇപ്പൊ ഒരു ഡയബറ്റീസ് ആയിട്ടുള്ള ഒരു രോഗിയാണെന്ന് വിചാരിക്കും. ആ രോഗി ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഡയബറ്റീസ് ഒന്നും ചിലപ്പോൾ ഇല്ലായിരിക്കും, പക്ഷെ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ബ്ലഡ് ടെസ്റ്റ് സ്വാഭാവികമായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കും. അപ്പൊ വന്ന ബ്ലഡ് ടെസ്റ്റ് ഈ ഡോക്ടർ ഉദ്ദേശിച്ചതുമായിട്ട് സെയിം ആണെന്ന് വിചാരിക്കും. അതാണ് ഇവിടെ പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? ഡോക്ടർ ഉദ്ദേശിച്ച അതേ റീസൺ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ആ റിസൾട്ടിലൂടെ കിട്ടിയില്ല.
ഓക്കെ, മനസ്സിലായി. ഇപ്പൊ ഡയബറ്റിസ് ആയിട്ട് അല്ലെങ്കിൽ ഡയബറ്റിസ് അല്ല അതിന്റെ ലക്ഷണങ്ങളുമായിട്ട് വന്ന ഒരാൾക്ക് അതായിരിക്കാം എന്ന് ഡോക്ടറിന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ബ്ലഡ് റിസൾട്ട് കിട്ടുമ്പോൾ അതേ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, അവ തമ്മിൽ ഒരുപോലെ ആയില്ലേ? ആയോ? അതുപോലെ സിമിലർ ആയിട്ട് കിട്ടുന്ന, ഒരുപോലെ കോറിലേറ്റ് ചെയ്ത് കിട്ടുന്ന ബ്ലഡ് ലബോറട്ടറി റിപ്പോർട്ടുകളുടെ ശതമാനം എത്രത്തോളം ഉണ്ട്, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അടുത്തത് പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. രോഗനിർണയം നടത്തുന്ന, ഡയഗ്നോസിസ് നടത്തുന്ന മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനുകളിൽ വർക്ക് ചെയ്യുന്ന എത്ര എംപ്ലോയീസ് സേഫ്റ്റി പ്രിക്കോഷൻ, സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ട്, അതിന്റെ ശതമാനം. അപ്പൊ 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഇത് റേഡിയോളജി ഏരിയ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ, 1000 പരിശോധനകൾ നടത്തിയില്ലെങ്കിൽ, ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണത്തിൽ എത്ര റിപ്പോർട്ടുകളിൽ എറേഴ്സ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ നമ്പർ എടുക്കുന്നു, റേറ്റ് കാണുന്നു. രണ്ടാമത്തത് റേറ്റ് ഓഫ് റിഡോസ് പറഞ്ഞാൽ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ലബോറട്ടറി എറേഴ്സ് വന്നതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റേറ്റ് കാണുന്നു. മൂന്നാമത്തത് ലബോറട്ടറി റിപ്പോർട്ട് ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പോകുന്ന, ഒരുപോലെ പോസിറ്റീവ് ആയിട്ട് സിമിലർ ആയിട്ട് പോരുന്ന ലബോറട്ടറി റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട്, അതിന്റെ ശതമാനം. അടുത്തത് ആ ഒരു ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ എത്ര എംപ്ലോയീസ് സേഫ്റ്റി പ്രിക്കോഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, അതിന്റെ ശതമാനം. ക്ലിയർ ആണോ? ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലായോ? ഓക്കെ, ശരി. അടുത്തത് ഫാർമസി. ഫാർമസിയുമായി ബന്ധപ്പെട്ട് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് കേട്ടോ, ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് ഇത് കൃത്യമായിട്ട് നോക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത്. ഫാർമസിയുമായി ബന്ധപ്പെട്ട് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് ഈ ഒരു എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്യേണ്ടത്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് പ്രിസ്ക്രിപ്ഷൻ എറേഴ്സ്. എന്താ, അവർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസിൽ എന്തെങ്കിലും പിശകുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ, ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസിൽ എന്തെങ്കിലും പിശകുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻസിഡൻസുകളുടെ റേറ്റ് എടുക്കും. അടുത്തത് ഡിസ്പെൻസിങ് എറേഴ്സ്. എന്താ, മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട എറേഴ്സ് അല്ലെങ്കിൽ തെറ്റുകളോ പിശകുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കുന്നു. അടുത്തത് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ ADR per 100 discharges that include LAMA, NAMA, abscond and death. അതായത് ADR എന്ന് പറയുന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അപ്പൊ ഇതില് എത്രത്തോളം പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ആണ്, അതായത് അവിടെ ലാമ ഇപ്പൊ ഡിസ്ചാർജ് ആയിട്ട് പോകുന്ന 100 പേര്, അതിൽ എല്ലാ ഡിസ്ചാർജും ഉൾപ്പെടും കേട്ടോ. അതായത് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിരിക്കാം, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിരിക്കാം. അബ്സ്കോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അബ്സ്കോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അബ്സ്കോണ്ട് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പഠിച്ചില്ലേ? മെഡിക്കൽ റെക്കോർഡ്സ് പഠിച്ചോ? മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു. അവിടെ പഠിച്ചില്ലേ? അബ്സ്കോണ്ട് പേഷ്യൻസ് പഠിച്ചില്ലേ? പഠിച്ചു. എന്താണ് കാണാതെ പോകുന്നത്, അല്ലേ? ആണോ? മിസ്സിംഗ് ആയിട്ടുള്ള കേസുകളെയല്ലേ നമുക്ക് അബ്സ്കോണ്ട് പേഷ്യൻസ് എന്ന് പറയാ. ആണോ? എന്താണ് പഠിച്ചത്? അവിടെ വെച്ച് മറന്നു പോയോ? ഓക്കെ. അപ്പൊ ഡെത്ത് സംഭവിച്ചവര്, മരണം സംഭവിച്ചു, ഇതെല്ലാം നമ്മൾ ഡിസ്ചാർജിൽ തന്നെ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെ ഇതിൽ ഏതും ആയിക്കോട്ടെ, അതില് ഇങ്ങനെയുള്ള എല്ലാം കണക്കാക്കിയിട്ട് അതില് 100 ഡിസ്ചാർജില് ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വന്നിട്ടുള്ള ഇൻസിഡന്റുകളുടെ ശതമാനം. അടുത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻസ് ആർ വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻ. എന്താ, എറേഴ്സ് അബ്രിവിയേഷൻസ് ഫോമിലുള്ള മെഡിക്കേഷൻ ചാർട്ട്, മരുന്ന് ചാർട്ടുകളില് അബ്രിവേറ്റഡ് ഫോമില് എത്ര എണ്ണത്തിൽ എറേഴ്സ് വന്നിട്ടുണ്ട്, അതിന്റെ ആ ഒരു പെർസെന്റേജ് ആണ് നമ്മൾ കാണുന്നത്. അടുത്തത് പെർസെന്റേജ് ഓഫ് പേഷ്യന്റ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻ ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇഫക്റ്റ്. എന്താ, ഇപ്പൊ ചില പേഷ്യൻസിന് ഇപ്പൊ സർജറിയോ കാര്യങ്ങളോ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരാം. അങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിസിൻസ് സ്വീകരിച്ചതിന് ശേഷം എത്ര പേർക്കാണ് അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് ഇവന്റ്സ്, അതുമൂലം ഉണ്ടായിട്ടുള്ള ഡ്രഗ് ഇവന്റ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം. അടുത്തത് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾ ഒബ്റ്റെയിൻ ബൈ ലോക്കൽ പർച്ചേസ്. ലോക്കൽ ആയിട്ടുള്ള പർച്ചേസ്, സാധാരണ നമ്മൾ വലിയ രീതിയിലുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വാങ്ങാം.
ലോക്കൽ പർച്ചേസുകൾ സാധാരണ കുറവാണ് ചെയ്യാറ്. അതേപോലെ തന്നെ ഇവിടെ ലോക്കൽ പർച്ചേസുകൾ ചെയ്തിട്ടുള്ളവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് അത്യാവശ്യം നമ്മുടെ വീടുകളിലൊക്കെ നമ്മളിപ്പോ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ചില സാധനങ്ങൾ തീർന്നു പോകില്ലേ, വേഗം തീർന്നു പോകില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത പെട്ടെന്ന് അത്യാവശ്യം വരുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത കടകളിൽ നിന്ന് ലോക്കലായിട്ട് അത് പർച്ചേസ് ചെയ്യും അല്ലെ. പിന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നുമില്ലല്ലോ, തൊട്ടടുത്ത കടകളിൽ നിന്ന് നമ്മൾ ഷോപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും ഓൾറെഡി മെഡിസിൻസ് ഒക്കെ ഹൈ ലെവലിൽ തന്നെ നമ്മൾ ആവശ്യമായത് ബൾക്ക് എമൗണ്ട് ആയിട്ട് ഓർഡർ ചെയ്താണ് വരുത്താം. അതിന്റെ അല്ലാതെ ചിലപ്പോൾ ചിലവയെങ്കിലും ചില മരുന്നുകളോ കൺസ്യൂമബിൾസോ ഒക്കെ ചിലപ്പോ ഷോർട്ട് വരാം, കുറവുകൾ വരാം. ചില സമയങ്ങളിൽ പെട്ടെന്ന് കൂടുതൽ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് പോയി കഴിയുമ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ലോക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ലോക്കലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രഗ്സോ കൺസ്യൂമബിൾസോ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ഉണ്ടെങ്കിൽ അതിന്റെ ശതമാനം. അടുത്തത് പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ്. എമർജൻസി ഡ്രഗുകൾ ഉൾപ്പെടെ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയുണ്ട്, ഡ്രഗ്സ് ഏതൊക്കെയുണ്ട്, അതിന്റെ ശതമാനം കാണും. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾ റെഫ്യൂസ്ഡ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRM. GRMന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ഗുഡ് റെസിപ്റ്റ് നോട്ട്. അതായത് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡ്രഗ്സ് ആയിക്കോട്ടെ കൺസ്യൂമബിൾസ് ആയിക്കോട്ടെ ബൾക്കായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കും അല്ലെ. അത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങള് ഒരു ഓൺലൈൻ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ടോ? ഒരുപാട് സൈറ്റുകൾ ഉണ്ടല്ലോ, ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ടോ? ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ടോ? പർച്ചേസ് ചെയ്ത് സാധനം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുള്ളൂ അല്ലേ? അല്ലേ? അതെ. അതിനുശേഷം അപ്പൊ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യും? അത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കോ? ഇല്ല, റിട്ടേൺ ചെയ്യും അല്ലെ? അതല്ലേ സംഭവിക്കാറ്? അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്ന കാര്യം. അതായത് GRN അല്ലെങ്കിൽ ഗുഡ് റെസീപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്റേണൽ ഡോക്യുമെന്റ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഒഫീഷ്യലി നമ്മുടെ ഒരു റെക്കോർഡ് പോലെ സൂക്ഷിക്കുന്ന സാധനം. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു ഫാർമസിയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ടുണ്ട് വിചാരിക്കും. അങ്ങനെ ഓർഡർ കൊടുത്ത് നമുക്ക് ആ സാധനം അവർ വിതരണം ചെയ്യുമല്ലോ ഇല്ലേ? മെഡിക്കൽ സപ്ലൈസോ എക്യുപ്മെന്റ്സോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ അത് നമുക്ക് ഡെലിവറി ചെയ്യില്ലേ? ആ ഡെലിവറി അറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കൺഫേം ചെയ്യാണ്. നമ്മൾ ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോന്ന് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും? ആ റിസീവ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മാച്ച് ചെയ്ത് നോക്കില്ലേ? നമ്മൾ പർച്ചേസ് ചെയ്ത ആ ഓർഡർ കൊടുത്ത സാധനങ്ങൾ തന്നെയാണോ ഇവിടെ വന്നിരിക്കുന്നത്? അതേ പറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടോ, അളവുണ്ടോ എന്നൊക്കെ നോക്കൂലേ? നോക്കൂ അല്ലെ? അങ്ങനെ ആ ഒരു പർച്ചേസിങ് ഓർഡറിന്റെ ആ ഒരു മാച്ച് ചെയ്ത് നോക്കുമ്പോ അത് ക്വാളിറ്റി നമ്മൾ പറഞ്ഞ ക്വാളിറ്റിയിലാണോ, ക്വാണ്ടിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളാണോ, അങ്ങനെ ഓക്കെ ആയിട്ടുള്ളവ നമ്മൾ ഈ ഒരു ഗുഡ് റെസിപ്റ്റ് നോട്ടില് രേഖപ്പെടുത്തി വെക്കും. മനസ്സിലായോ? പർച്ചേസ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ഓർഡർ കൊടുത്ത അതേ പ്രകാരമുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള പ്രൊഡക്റ്റുകൾ എടുത്ത് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ വരുന്ന സമയം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് ഈ ഗുഡ് റെസിപ്റ്റ് നോട്ടിൽ രേഖപ്പെടുത്തി വെക്കും. അതൊരു ഇന്റേണൽ ഡോക്യുമെന്റ് ആണ്, ഒരു ഒഫീഷ്യലി നമ്മൾ ചെയ്യുന്ന ഒരു റെക്കോർഡാണ്. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ റിസീവ് ചെയ്തു ഈ ഒരു ഗുഡ് റെസിപ്റ്റ് നോട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇത് നമുക്ക് അതിനിടയിൽ നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അതിന്റെ കൊടുത്ത എണ്ണത്തിൽ കുറവായിരിക്കും സാധനം വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച അതേ രീതിയിലുള്ള ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ വന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? അതിനെ എന്ത് ചെയ്യും? ഇവര് തിരികെ അയക്കും ഇല്ലേ? റെഫ്യൂസ് ചെയ്യും, വേണ്ട എന്ന് പറയും, നിരസിക്കും അല്ലെ? ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറയില്ലേ? നിങ്ങൾ റിട്ടേൺ ചെയ്ത് അയക്കുന്നത് പോലെ തന്നെ പറയില്ലേ? അപ്പൊ അങ്ങനെ ഈ ഗുഡ് റെസീപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഏതൊക്കെ ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ആണ് നമ്മൾ റെഫ്യൂസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഫാർമസിയിൽ നിന്ന് റെഫ്യൂസ് ചെയ്തിരിക്കുന്നത്, വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ റിജക്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളതിന്റെ ശതമാനം എടുക്കുന്നു. മനസ്സിലായോ? എന്താന്ന് മനസ്സിലായോ ഇത്? ഓക്കെ. അടുത്തത് പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്.
അതുപോലെ തന്നെ ഈ മെഡിസിൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ സംഭരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സംഭരണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് വേരിയേഷൻസോ കാര്യങ്ങളോ കാണുന്നുണ്ട്, വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ശതമാനം. ഇത്രയും എന്തുമായി ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞേ, ഫാർമസിയുമായി ബന്ധപ്പെട്ട് അല്ലെ. ഒന്നാമത് പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എറേഴ്സ്, പിശകുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കുന്നു. രണ്ടാമത്തത് ഡിസ്പെൻസിംഗ് എറേഴ്സ്, മരുന്ന് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പിശകുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് എടുക്കുന്നു. അതുപോലെ തന്നെ അടുത്തത് 100 ഡിസ്ചാർജ്, അതിൽ ലാമ ഉൾപ്പെടും, ഡാമ ഉൾപ്പെടും, അബ്സ്കോർഡ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു ഡിസ്ചാർജ് ആണെങ്കിലും 100 ഡിസ്ചാർജിനുള്ള പർട്ടിക്കുലർ ടൈമിലെ 100 ഡിസ്ചാർജിനുള്ളിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വന്നിട്ടുള്ള പേഷ്യൻസിന്റെ ആ ഒരു എണ്ണവും ആ സംഭവങ്ങളുടെ ആ ഒരു പെർസെന്റേജും കാണുന്നു. അടുത്തത് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻ. എന്താ, മെഡിസിൻസ് കൊടുക്കുക മെഡിക്കേഷൻ ചാർട്ടില് അബ്രീവിയേഷൻസിൽ എത്രത്തോളം പിശകുകൾ വന്നിട്ടുണ്ട്, അത്തരത്തിലുള്ള ചാർട്ടുകൾ ശതമാനം കാണുന്നു. അടുത്തത് ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിസിൻസ് റിസീവ് ചെയ്തിട്ട് അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് വന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ശതമാനം കാണുന്നു. അടുത്തത് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ലോക്കൽ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം കാണുന്നു. സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി ഡ്രഗ്സ് ഉൾപ്പെടെ ഏതൊക്കെ മരുന്നുകളാണോ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മരുന്നുകളുടെ ശതമാനം. അതുപോലെ തന്നെ ഗുഡ് റെസീപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ റിജക്ട് ചെയ്തിട്ടുള്ള, വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചിട്ടുള്ള ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസിന്റെ ശതമാനം. അതുപോലെ തന്നെ പ്രൊക്യൂർമെന്റ് പ്രോസസ്, സംഭരണ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റോറിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വേരിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ട്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെയും ശതമാനം കാണാം. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? ഫാർമസിയുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ വേഗം രണ്ടൊന്ന് വായിച്ചു നോക്കി. ലാബോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റും ഫാർമസിയും വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെയാണോ? ശരി. നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടും ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇത് ചെക്ക് ചെയ്യേണ്ട ആളുകള്. നോക്കിയേ, ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് ആകെ 2 എണ്ണോ പറഞ്ഞിട്ടുള്ളൂ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ. ഫസ്റ്റ് വൺ ആണ് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. എന്തായിരിക്കും? ഒരു ഫ്രണ്ട് ഓഫീസിൽ വരുന്ന ഒരു ഔട്ട് പേഷ്യന്റിന്റെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട് അല്ലെ, സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം കൊണ്ട് മെഷർ ചെയ്ത് അതിന്റെ ശതമാനം കാണുന്നതാണ് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാവും ഒരു ഔട്ട് പേഷ്യന്റ് വന്നു അവർ എത്രത്തോളം സംതൃപ്തിയോട് കൂടിയാണ് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുന്നത്, അതിന് വേണ്ടിയിട്ട് അതിന് അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിലാണോ അല്ലെങ്കിൽ അതിൽ കുറവുകളുണ്ടോ, അത് അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യത്തില് ക്വാളിറ്റിയിലെ ബാധിക്കുന്നുണ്ട് അല്ലെ. അത് നല്ല രീതിയിൽ അവർ ക്വാളിറ്റിയോടുകൂടി ഈ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നില്ല എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയും നല്ല സ്റ്റാൻഡേർഡും അവിടെ നിലനിർത്തുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഔട്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നു. രണ്ടാമത്തത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. അല്ലെ, ചില ഫ്രണ്ട് ഓഫീസുകളിലേക്ക് അവിടെ ചെന്ന് നമ്മൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? കുറെ സമയം നമ്മൾ വെയിറ്റ് ചെയ്തെടുത്ത് വെച്ചാൽ മാത്രമേ ഡോക്ടർ ചിലപ്പോൾ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ കിട്ടുള്ളൂ, രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തില് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വെയിറ്റിംഗ് ടൈം വന്നിട്ടുണ്ടോ അതിന്റെ റേറ്റ് എടുക്കുന്നു.
അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി ഇൻഡിക്കേറ്ററിൽ നോക്കുന്നത്. ഒന്നാമത്തത് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യും. രണ്ടാമത്തത് വെയിറ്റിംഗ് ടൈം വിത്ത് റെസ്പോണ്ട് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് വെയിറ്റിംഗ് ടൈം എത്രത്തോളം എടുക്കുന്നുണ്ട് അതിന്റെ റേറ്റ് എടുക്കുന്നു. ഓക്കെ ആണോ? അതുപോലെ രണ്ടെണ്ണേ ഉള്ളൂ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് MRD. എന്താ MRD? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ചെക്ക് ചെയ്യേണ്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. എന്തായിരിക്കും? ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അടുത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് നോട്ട് ഹാവിംഗ് ICD കോഡ്. നിങ്ങൾ പഠിച്ചു കാണുമല്ലോ, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ആൽഫ ന്യൂമറിക്കൽ കോഡ്സ് ഉപയോഗിച്ച് കോഡ് ചെയ്തല്ലേ സൂക്ഷിക്കുന്നത് അല്ലെ? പഠിച്ചില്ലേ ഇതില്? പഠിച്ചോ? അപ്പൊ അതുപോലെ ICD കോഡിംഗ് ഉപയോഗിക്കാത്ത ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസുകളിൽ ആ കോഡ് ആൽഫ ന്യൂമറിക്കൽ കോഡുകൾ ഉപയോഗിച്ച് കോഡ് ചെയ്യാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അതുപോലെ തന്നെ percentage of medical record having imperfect or improper consent. ശരിയായ രീതിയിൽ സമ്മതം, ശരിയായ രീതിയിൽ ഇൻഫർമേഷൻസ് കൊടുക്കാതെ ഇംപ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ അല്ലാതെ തന്നെ കൺസേൺ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സമ്മതം വാങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അടുത്തത് പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡുകൾ. മിസ്സിംഗ് ആയിട്ട് കാണിച്ചിട്ടുള്ള റെക്കോർഡുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ശതമാനം. അടുത്തത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. BOR-ന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്നാണ്. ആ BOR-ന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ അത് എന്താണ് എന്നും ചോദിക്കാറുണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ടേ. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ഈസ് എ മെഷർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ലഭ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റിയുടെ ഉപയോഗിക്കുന്നതിന്റെ നിരക്കിനെയാണ് നമ്മൾ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെഷർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ ബെഡ്. ഒരു ഹോസ്പിറ്റലില് എത്രത്തോളം അവൈലബിൾ ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റി ഉണ്ടോ അതിൽ ഉപയോഗിക്കുന്നതിന്റെ നിരക്കിനെയാണ് നമ്മൾ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BOR എന്ന് പറയുന്നത്. That denote the percentage of beds occupied by patient in a defined period of time, normally a year. അതായത് ഒരു നിശ്ചിത സമയപരിധി, സാധാരണ നോർമലി ഒരു വർഷമാണ് പറയുന്നത്. ആ വർഷത്തിനുള്ളില് അവിടുത്തെ പേഷ്യൻസ് എത്രത്തോളം പെർസെന്റേജ് ഓഫ് ബെഡ്സ് ഒക്യുപ്പൈ ചെയ്തു അല്ലെങ്കിൽ ഉപയോഗിച്ചു അതിന്റെ നിരക്കാണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. Then അടുത്തത് ലെങ്ത് ഓഫ് സ്റ്റേ. എത്രത്തോളം ദിവസം ലെങ്ത് ഓഫ് സ്റ്റേ അവിടെ ഉണ്ടായിട്ടുണ്ട്, കൂടുതൽ ലെങ്ത് ഓഫ് സ്റ്റേ ആണ് എത്ര പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്, ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ലെങ്ത് ഓഫ് സ്റ്റേ എങ്ങനെയാണോ അതിന്റെ ശതമാനം കാണുന്നു. മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് കാണുന്നു. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക് കാണുന്നു അതിന്റെ റേറ്റ്. അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്കിന്റെയും റേറ്റ് എടുക്കുന്നു. അപ്പൊ ഇത്രയും എന്തുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒന്നാമത്തത് മെഡിക്കൽ റെക്കോർഡ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. രണ്ടാമത്തത് ICD കോഡിംഗ്, ആൽഫ ന്യൂമറിക്കൽ കോഡുകൾ ഉപയോഗിച്ച് കോഡ് ചെയ്യാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. മൂന്നാമത്തത് ശരിയായ രീതിയിൽ ഇൻഫർമേഷൻസ് കൊടുക്കാതെ സമ്മതം അല്ലെങ്കിൽ കൺസേൺ വാങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. നാലാമത്തത് മിസ്സിംഗ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അഞ്ചാമത്തത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് അല്ലെങ്കിൽ BOR എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിലെ ബെഡ് കപ്പാസിറ്റി, അവൈലബിൾ ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റിയുടെ യൂട്ടിലൈസേഷൻ, അതിന്റെ ഉപയോഗത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയപരിധി, സാധാരണ ഒരു വർഷമാണ് ആ ഒരു കാലാവധി എടുക്കാറ്. ആ ഒരു വർഷത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ബെഡിൽ എത്രത്തോളം ബെഡ് പേഷ്യൻസ് ഒക്യുപ്പൈഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവരത് ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ശതമാനമാണ് നമ്മൾ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ലെങ്ത് ഓഫ് സ്റ്റേ എത്രത്തോളം ഉണ്ടായിരുന്നു അതിന്റെ റേറ്റ്. അതുപോലെ മരണനിരക്ക്, മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് മരണനിരക്ക് അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ നമ്പർ, അതുപോലെ മാതൃമരണ നിരക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു, അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്കുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം കാണും. ഇത്രയും MRD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വേഗം ആ ഫ്രണ്ട് ഓഫീസും ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വേഗം വായിച്ചു നോക്കി എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. അതിൽ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെ BOR-ഉം അതിന്റെ എക്സ്പാൻഡ് ഫോമും അതെന്താണെന്ന് നോക്കി വെക്കണം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് അടുത്തത് HR കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് കൃത്യമായിട്ട് നോക്കേണ്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് താഴെ പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് പെർസെന്റേജ്. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട മെഷേഴ്സ് എടുക്കുന്നു, അതിന്റെ ശതമാനം മനസ്സിലാക്കുന്നു. രണ്ടാമത്തത് അത് ഓൾറെഡി നിങ്ങൾക്ക് മാറിപ്പോവില്ലല്ലോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കേണ്ടത് ഒരു തന്നെയാണ് അല്ലെ. അപ്പൊ എംപ്ലോയീസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതിന്റെ മെഷർ എടുക്കണം, പെർസെന്റേജ് കാണുന്നു. രണ്ടാമത്തത് എംപ്ലോയി അട്രീഷൻ റേറ്റ്. എന്തായിരിക്കും എംപ്ലോയി അട്രീഷൻ റേറ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? പെർസെന്റേജ് എംപ്ലോയീസ് ഹു ലീവ് എ കമ്പനി ഓവർ എ സ്പെസിഫിക് പീരീഡ് അല്ലെ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര ശതമാനം എംപ്ലോയീസ് ആണ് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത്, പിരിഞ്ഞു പോകുന്നത്. അതിന്റെയാണ് എംപ്ലോയി അട്രീഷൻ റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ ഒരു സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് പിരിഞ്ഞു പോവാന്ന് പറയുമ്പോൾ ഒരു സമയപരിധിക്കുള്ളിൽ കുറെ പേര് ആ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോവാണ്. അതിന്റെ അർത്ഥം എന്താ? ആ സ്ഥാപനം ആ എംപ്ലോയീസിന് ആവശ്യമായ കാര്യങ്ങളും എൻവയോൺമെന്റും കൊടുക്കുന്നില്ല എന്നല്ലേ അർത്ഥം അല്ലെ. അവരെ സാറ്റിസ്ഫൈഡ് ആക്കുന്നില്ല എന്നല്ലേ അർത്ഥമുള്ളത് ആണ്. അപ്പൊ അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത്. ഇപ്പൊ ഇവിടെ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നു, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടൈം പീരീഡിനുള്ളിൽ ആ ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ ആ എംപ്ലോയീസ് ആ ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് എത്രത്തോളം എത്ര പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ആണോ ലീവ് ചെയ്ത് പോകുന്നത് അവരുടെ റേറ്റ് എടുക്കുന്നു. അതുപോലെ എംപ്ലോയിയുടെ ആബ്സെന്റിസം റേറ്റ്, എന്താ ഹാജരാവാത്തതിന്റെ റേറ്റ് എടുക്കുന്നു. അപ്പൊ നമുക്കറിയാം ഒരു സ്ഥാപനവുമായിട്ട് നമുക്ക് അധികം താല്പര്യമില്ല എങ്കിൽ നമ്മൾ കുറെ അധികം അവധികൾ എടുക്കും അല്ലെ. സ്കൂളില് നമ്മൾ പോവാതിരിക്കും ചില ദിവസങ്ങളൊന്നും, ചില ക്ലാസ്സുകളുള്ള പീരീഡുകളൊന്നും നമുക്ക് ഇഷ്ടമല്ല അല്ലെ. ചില സബ്ജക്റ്റ് ഒന്നും നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ അന്നത്തെ ദിവസമൊക്കെ നമ്മൾ പോവാണ്ടിരിക്കും അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമുകൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ പോവാണ്ടിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെയും നമുക്കൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നമുക്കൊരു ഇഷ്ടമില്ല എങ്കിൽ നമ്മളൊരു ഏതൊരു സ്ഥാപനമാണെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പോകാനും താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് കൂടുതൽ ഹാജരാവുന്നത് കൂടും അല്ലെ. അപ്പൊ അങ്ങനെ അല്ല, അബ്സെന്റ് ആവുന്നത് കൂടും. അപ്പൊ അങ്ങനെ ഹാജർ നിലവാരം എത്രത്തോളമാണ് എംപ്ലോയീസിന് അതിന്റെ റേറ്റ് എടുക്കും. അതുപോലെ പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീം. അതുപോലെ തന്നെ എത്രത്തോളം എംപ്ലോയീസിനാണ് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് എംപ്ലോയീസിന് കിട്ടേണ്ട അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടോ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടോ, അവർക്ക് കിട്ടുന്ന വെൽഫെയർ സ്കീമുകൾ ഉണ്ടല്ലോ, ഹെൽത്ത് സ്കീം പോലെയുള്ള ഒരുപാട് സ്കീമുകൾ അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നില്ലേ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് എത്ര പെർസെന്റേജ് ഓഫ് എംപ്ലോയീസിനാണ് ഇൻഫർമേഷൻസ് ലഭ്യമാക്കിയിരിക്കുന്നത് അതിന്റെ ശതമാനം. അപ്പൊ ഏതൊക്കെ എംപ്ലോയീസിന് അവരുടെ അവകാശങ്ങളെ കുറിച്ച്, അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന ഹെൽത്ത് സ്കീമുകളെ കുറിച്ച്, വെൽഫെയർ സ്കീമുകളെ കുറിച്ചും ഒക്കെയുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാക്കിയിട്ടുള്ള എംപ്ലോയീസിന്റെ ശതമാനം കാണാം. അടുത്തത് പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് ആന്റിബയോട്ടിക്സ് കേട്ടോ. ഇവിടെ എത്രത്തോളം സ്റ്റാഫുകൾക്കാണ് രോഗനിവാരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രോഗം വരുന്നതിനുള്ള സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് പോലെയുള്ള മരുന്നുകൾ റിസീവ് ചെയ്തിട്ടുള്ള, സ്വീകരിച്ചിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. അപ്പൊ ഇത്രയും
HRM, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഫസ്റ്റ് വേണ്ട നമ്മൾ എന്താ പറഞ്ഞേ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, എംപ്ലോയീസിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നു, അതിന്റെ ശതമാനം കാണുന്നു. രണ്ടാമത്തത് എംപ്ലോയീസിന്റെ അട്രീഷൻ റേറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടൈം പീരീഡില് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന എംപ്ലോയീസിന്റെ ശതമാനം കാണുന്നു. മൂന്നാമത്തത് എംപ്ലോയീസിന്റെ ഹാജർ നിലവാരം എത്രത്തോളമാണ്, ആബ്സെന്റിസം ഹാജരാവാതിരിക്കുന്ന എത്രത്തോളമാണ്, അതിന്റെ റേറ്റ് എടുക്കും. നാലാമത്തത് എത്രത്തോളം എംപ്ലോയീസിന് അവരുടെ അവകാശങ്ങളെ കുറിച്ചും അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അവർക്ക് കിട്ടാവുന്ന വെൽഫെയർ സ്കീമുകളെ കുറിച്ചും ഇൻഫർമേഷൻസ് നൽകിയിട്ടുണ്ട്, അതിന്റെ ശതമാനം. ഫിഫ്ത് വൺ ആണ് പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് ആന്റിബയോട്ടിക്സ്, രോഗനിവാരണത്തിനായി അല്ലെങ്കിൽ രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് പോലെയുള്ള മരുന്നുകൾ സ്വീകരിച്ചിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. ഓക്കെ ആണോ? HRM ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഡിസ്ചാർജ് സമ്മറി. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം മാത്രമേ പറയുന്നുള്ളൂ, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ, ഡിസ്ചാർജിന് വേണ്ടിയിട്ട് എത്രത്തോളം സമയം വെയിറ്റിംഗ് വേണ്ടിയിട്ട് വരുന്നത് അറിയാലോ. ചിലപ്പോൾ രാവിലെ ഡിസ്ചാർജ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈവനിങ് ആയിട്ടായിരിക്കും നമുക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ടെങ്കിലും പോരാൻ പറ്റുക അല്ലെ, ബില്ലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട്. അപ്പൊ അതുപോലെ ഒരു ഡിസ്ചാർജിന് വേണ്ടിയിട്ട്, ഒരു ഡിസ്ചാർജ് ആയി നമുക്ക് അവിടെ പോരുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് ആണ് ഈ ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് നോക്കേണ്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആണ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് അത് നോക്കേണ്ട ആൾക്കാര്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ്. ഒന്നാമത്തത് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളുടെ ബ്രേക്ക് ഡൗൺ ടൈം, തകരാറ് സംഭവിച്ചിട്ട് എത്ര സമയം എടുത്തു അത് പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്താനായിട്ട്. അതിപ്പോ ബയോമെഡിക്കൽ എക്യുപ്മെന്റുകളാവാം, ജനറൽ ആയിട്ട് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളാവാം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടോ, ആ ഒരു ബ്രേക്ക് ഡൗൺ റിപ്പയർ ചെയ്തത് ശരി, മെയിൻറ്റെയിൻ ചെയ്തത് നോർമൽ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഒന്നാമത്തേതിൽ എടുക്കുന്നത്. രണ്ടാമത്തത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. അതിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലാവാം, അതുപോലെ തന്നെ ICUവിലാവാം, ജനറൽ എക്യുപ്മെന്റ് പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാവാം, അവയുടെ ഒരു എക്യുപ്മെന്റ് ഉപയോഗ നിരക്ക് സാധാരണയായിട്ട് 1 വർഷം അങ്ങനെയുള്ള ഒരു റേറ്റ് എടുത്താൽ ചെയ്യാം. ആ ഒരു പരിധിക്കുള്ളിൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ ആയിക്കോട്ടെ, ICUവിലായിക്കോട്ടെ, പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജനറൽ എക്യുപ്മെന്റുകളായിക്കോട്ടെ, അതിന്റെ ഉപയോഗ നിരക്ക് കാണും. അപ്പോ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റർ. ഇവിടെ നമുക്കറിയാം എപ്പോഴും ഒരു മെയിൻ്റനൻസ് റിപ്പയറിംഗ് പ്രോസസ്സുകൾ എപ്പോഴും ഈ ഒരു ഏതൊരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എക്യുപ്മെന്റ്സുമായിട്ട് വേണം അല്ലെ. അതവിടെ തകരാറിലായിട്ട് അത് റിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ പ്രിക്കോഷൻസ് സ്വീകരിച്ചുകൊണ്ട് പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻപേ തന്നെ നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. വളരെ ടൈമിലി മാനറിൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു ഉപകരണം കേടുവരാനായിട്ടോ അത് റിപ്പയർ ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാൻ പാടില്ല. അറിയാം, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റെല്ലാ പ്രോസസ്സുകളും സ്റ്റോപ്പ് ആയി പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായാൽ അത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി കുറവിനെയാണ് അത് കാണിക്കുന്നത് അല്ലെ, സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് അത് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബ്രേക്ക് ഡൗൺ ടൈമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അത് റിപ്പയർ ചെയ്ത് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നോർമൽ വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ എക്യുപ്മെന്റുകളുടെയും ആ ഒരു യൂട്ടിലൈസേഷൻ റേറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. ഇത്രയും ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ മൂന്നെണ്ണം, അതിനുശേഷം ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സും അതിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സും കംപ്ലീറ്റ് ആവാണ്.
അയച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ് ഈ ചാപ്റ്ററിന്റെ. എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി, യോഗ്യതകളാണ് നമ്മൾ പറയുന്നത്. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നാം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് അല്ലെ. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടതായിട്ടുള്ള ആവശ്യകതകളാണ് നമ്മൾ താഴെ പറയുന്നത്, യോഗ്യതകളാണ്. First one, currently in operation as a healthcare provider, it should be above 50 beds, since the hospital below 50 beds will come under SHCO standard. അപ്പൊ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ നിലവില് അതൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അല്ലാതെ പുതിയതായിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കാൻ പോകുന്ന സ്ഥാപനമല്ല. നിലവിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ കറന്റ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കണം. ഒന്നാമത്തെ മാനദണ്ഡം അതാണ്. രണ്ടാമത്തത് എബവ് 50 ബെഡ്സ് ആയിരിക്കണം. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആകുമ്പോൾ 50 ബെഡിൽ കൂടുതലാണല്ലോ അല്ലേ? പഠിച്ചില്ലേ നമ്മള്? 50 ബെഡിൽ കുറവാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിലായിട്ട് മാറും? SHCO എന്ന് പറയുന്ന കാറ്റഗറിയിലായി മാറും. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയി മാറും അല്ലെ. അപ്പൊ അതിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് വേറെയാണ്. അപ്പൊ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ 50 ബെഡിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. നിലവിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവും ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? ഒന്ന് മനസ്സിലാക്കി വെക്കണോട്ട്, ഇത് ചോദിക്കാറുണ്ട്. രണ്ടാമത്തത്, hospital has the minimum volume of patient which will evaluate the quality of care given to the patient, which is presently 30%. എന്താ? ആ ഹോസ്പിറ്റല് ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എപ്പോഴും വേണം. അതായത് ഒരു 30%, പ്രസന്റ് ഒരു 30% പേഷ്യൻസ്, ഒരു മിനിമം വോളിയം അല്ലെങ്കിൽ ആ ഒരു മിനിമം നമ്പർ ഓഫ് പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് ആ ഒരു മിനിമം നമ്പർ ഓഫ് പേഷ്യൻസ് വേണം എന്ന് പറയുന്നത്? എങ്കിൽ മാത്രമേ പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു കെയർ ഓഫ് ക്വാളിറ്റിയിൽ ആ ഒരു കെയർ എത്രത്തോളം, കെയറിന്റെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. പേഷ്യൻസിന് ഇപ്പൊ നാം എപ്പോഴും പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളും മറ്റു കാര്യങ്ങളിലേക്ക് ക്വാളിറ്റി നേരിട്ട് കണ്ടും അവരോട് സംസാരിച്ചും ഇന്റർവ്യൂസിലൂടെ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവര് അക്രഡിറ്റേഷൻ കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഇവർക്ക് നേരിട്ട് കണ്ട് വിലയിരുത്താനും മനസ്സിലാക്കാനും പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രസന്റ് ഒരു 30% എങ്കിലും നിലവിലെ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എപ്പോഴും ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, the organization that commits to abide by NAM standard and applicable legal, statutory, regulatory requirements. അപ്പോ ആ ഓർഗനൈസേഷൻ അക്രഡിറ്റേഷന് വേണ്ടി താല്പര്യം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ യോഗ്യത വേണമെങ്കിൽ അവർ നാമിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ട് പ്രതിബദ്ധരായിരിക്കണം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് ഉള്ള മറ്റ് നിയന്ത്രണങ്ങളും നിയമവശങ്ങളും ഒക്കെ പാലിക്കാനും ആ ആവശ്യകതകളൊക്കെ പാലിക്കാനും ആര് പ്രതിബദ്ധരായിരിക്കണം? കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഈ ഓർഗനൈസേഷന് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. നാബിന്റെ സ്റ്റാൻഡേർഡ് ഇവർ പാലിക്കണം. അതുകൂടാതെ നിയമപരമായിട്ടുള്ള നിയന്ത്രണപരമായിട്ടുള്ള കുറെ ആവശ്യകതകൾ ഉണ്ടല്ലോ ഒരു ഹോസ്പിറ്റലിന് ഇല്ലേ? നാബിന്റെ സ്റ്റാൻഡേർഡ്സ് മാത്രം പാലിച്ചതുകൊണ്ടല്ല, അല്ലാതെ നിയമപരമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഇവര് അല്ലാതെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളും ഇവര് പാലിക്കാൻ ഇവര് കമ്മിറ്റ്മെന്റോട് കൂടിയുള്ളവരാണെങ്കിൽ പ്രതിബദ്ധരാണെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അടുത്തത്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ഇംപ്ലിമെന്റഡ് നാം സ്റ്റാൻഡേർഡ്സ് ഇൻ ദ HCO ഫോർ എ മിനിമം ഓഫ് 3 months. അതുപോലെ തന്നെ ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും, ഒരു മിനിമം പറയുന്നതാണ് കേട്ടോ, ഒരു 3 മാസമെങ്കിലും ഈ ഒരു നാവിന്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നാവിന്റെ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു 3 മാസമെങ്കിലും നാവിന്റെ മാനദണ്ഡങ്ങൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ മാത്രമേ അവർക്ക് നാവിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ 4 പോയിന്റ്സ് ആണ്, 4 എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് പറഞ്ഞത് എന്താ? നിലവിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിരിക്കണം. 50 ബെഡിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. HCOയുടെ കേസാണ് പറയുന്നത്. 50 ബെഡിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് പറഞ്ഞത്, ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എപ്പോഴും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. പ്രസന്റ് 30% എങ്കിലും ഉണ്ടായിരിക്കണം. 30% പേഷ്യൻസ് എങ്കിലും എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് കൊടുക്കുന്ന
കെയറിന്റെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താനായിട്ട് നാബിന് സാധിക്കുള്ളൂ. മൂന്നാമത്തത് ആ ഓർഗനൈസേഷൻ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് പാലിക്കാൻ പ്രതിബദ്ധരായിരിക്കണം. അതോടൊപ്പം തന്നെ നിയമപരമായിട്ടും നിയന്ത്രണപരമായിട്ടുമുള്ള ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യകതകളും പാലിക്കാനും ഇവര് പ്രതിബദ്ധരായിരിക്കണം. നാലാമത് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 3 മാസമെങ്കിലും നാബിന്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് അവിടെ നടപ്പിലാക്കിയിട്ട് തുടർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 3 മാസമെങ്കിലും ആയിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന് മാത്രമേ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? ആ 4 പോയിന്റ്സ് മനസ്സിലായോ? Okay. Then these standards are to be used by the whole organization and not for a certain service within the organization. Organization provide multiple services and the standards are equally applicable to all services within the healthcare organization. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലെ ഒരു പർട്ടിക്കുലർ സർവീസിന് വേണ്ടി മാത്രം കിട്ടുന്നതാണോ അല്ലെങ്കിൽ കൊടുക്കുന്നതാണോ ഈ സ്റ്റാൻഡേർഡ്? ഒരു ഹോസ്പിറ്റലിലെ ഇന്ന ഫാർമസി മാത്രം അത് പാലിച്ചാൽ മതി, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് മാത്രം പാലിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലാബ് മാത്രം പാലിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണോ ലാബ് കൊടുക്കുന്നത്? ആണോ? അല്ല, അല്ലെ? അതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടൊന്നും അല്ല, അല്ലെങ്കിൽ പർട്ടിക്കുലർ സർവീസിനോ വേണ്ടിയിട്ടല്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും എല്ലാ സർവീസുകൾക്കും ഈക്വലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പല സർവീസുകൾ ഈ ഒരു സ്ഥാപനം കൊടുക്കുന്നുണ്ടാവും, അല്ലെ? മൾട്ടിപ്പിൾ സർവീസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഈ എല്ലാ സർവീസുകൾക്കും ഈക്വലി ബാധകമായിരിക്കും. ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കൊടുക്കുന്ന എല്ലാ സർവീസുകൾക്കും ഈക്വലി ബാധകമായ രീതിയിലാണ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്. ക്ലിയർ ആണോ? അത് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അതിനുശേഷം നമുക്കൊരു നമ്മൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ലാസ്റ്റ് ഭാഗമാണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ലാസ്റ്റ് ഒരു പിക്ചർ ഉണ്ട്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇതൊരു നാബ് കൊടുത്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതാണ്. നമുക്കൊരു മോഡൽ കാണിച്ചിരിക്കുന്നതാണ്. കോൺസ്റ്റന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ അവർ ഓക്കെയാണ്. പ്രീ അക്രഡിറ്റേഷൻ പ്രോഗ്രസീവ് ലെവൽ അവർ പാസ്സാവും. പിന്നെ അതിനുശേഷം അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടി അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ അവിടെ അസസ്മെന്റ് നാബ് കൊടുത്തിട്ടുള്ള ഏത് സ്ഥാപനത്തിനാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. മംഗല ഹോസ്പിറ്റൽ, മംഗല കിഡ്നി ഫൗണ്ടേഷൻ, ആ ഒരു കർണാടകയിലുള്ള ഒരു സ്ഥാപനത്തിനാണ് ഈ ഒരു അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് അവരുടെ സ്കോപ്പിനനുസരിച്ച് നാബ് അക്രഡിറ്റേഷൻ എൻട്രി ലെവൽസോ കാര്യങ്ങളൊക്കെ അവര് റിക്വയർമെന്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അവർ ആ സർട്ടിഫിക്കേഷൻ കൊടുക്കും. അതില് സർട്ടിഫിക്കറ്റിന്റെ ഒരു യൂണിക് നമ്പർ ഉണ്ടായിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതിന്റെ സൈൻ ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം എന്ന് മുതൽ വാലിഡ് ആണ്. വാലിഡ് ഫ്രം, വാലിഡ് ത്രൂ. നമ്മുടെ ലൈസൻസ് ഒക്കെ കിട്ടുമ്പോൾ ഉള്ള പോലെ തന്നെ വാലിഡ് ഫ്രം എന്ന് മുതലാണ്, വാലിഡ് ത്രൂ എന്ന് മുതലാണ്. അപ്പൊ അവിടെ ഒരു 3 വർഷമോ 2 വർഷമോ 1 വർഷമോ 4 വർഷമോ ഒക്കെ അക്രഡിറ്റേഷൻ കിട്ടുന്നവരുണ്ട്. അപ്പൊ അത് ആ സ്ഥാപനത്തിന്റെ ആ ഒരു സൈസിനൊക്കെ അനുസരിച്ചും അവർ കൊടുക്കുന്ന സർവീസുകളുടെ ഒക്കെ അനുസരിച്ചാണ് കേട്ടോ എത്ര വർഷമാണെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. ചിലത് 1 വർഷം കൊടുക്കുന്നവരുണ്ടാവും. കുറഞ്ഞ സർവീസുകളൊക്കെ ഉള്ളെങ്കിൽ 1 വർഷമായിരിക്കും. ഒരുപാട് സർവീസുകൾ കാര്യങ്ങൾ കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിൽ അത് 4 വർഷമോ 3 വർഷം 4 വർഷം ഒക്കെ ആയിരിക്കും ആ ഒരു സർവീസ് അക്രഡിറ്റേഷന് വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്
ആണൊരു മോഡൽ, സർട്ടിഫിക്കറ്റിന്റെ മോഡൽ കേട്ടോ. ജസ്റ്റ് ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സർട്ടിഫിക്കറ്റ് ഇങ്ങനെയായിരിക്കും കിട്ടുക. അതില് വാലിഡ് എന്ന് മുതൽ വാലിഡിറ്റി എന്ന് വരെയാണെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. റീ അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റിൽ വേറെ വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഓക്കെ ആണോ? ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാബ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? ശരി, ഇനി നമ്മൾ 4th മോഡ്യൂളിലേക്ക് കടക്കാണ്. 4th മോഡ്യൂളില് എടുക്കാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്റർ 2 ആണ് കേട്ടോ. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 4th മോഡ്യൂളിൽ ഏതൊക്കെയാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ടീച്ചേഴ്സ് ഇതൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തത് ഏതൊക്കെയാ? കംപ്ലീറ്റ് ചെയ്തത് ഏതൊക്കെയാ? ഇതാണ് ഒരു റിപ്ലൈ ഇല്ലാതെ. 4th മോഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി? ഫസ്റ്റ് വൺ ഇൻഷുറൻസ് നിഷാമിസ് തുടങ്ങി. ഓക്കെ, സെക്കൻഡ് വൺ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യും. 3, 7, 9, 11 അത് കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയതല്ലേ പറഞ്ഞേ? ഓക്കെ ഓക്കെ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ, വേഗം കഴിയും. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലോണ്ടറി? അലക്കുശാല അല്ലെ? കേട്ടിട്ടില്ലേ? കേട്ടുണ്ടോ? ലോണ്ടറി നമ്മൾ അലക്കുശാലകൾ അത് കൊടുക്കാറില്ലേ? അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യാനും വാഷ് ചെയ്യാനും കൊടുക്കാറില്ലേ? അപ്പൊ അതുപോലെ തന്നെ ലിനൻ സർവീസ്. ലിനൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ ലിനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു ബ്രാൻഡാണ്, തുണിയുടെ ഒരു ബ്രാൻഡല്ലേ ലിനൻ എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ? ലിനൻ മെറ്റീരിയൽസ് എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്ന ആ ഒരു ലിനൻ എന്ന് പറയുന്ന ടേം ഒരിക്കലും ഒരൊറ്റ തുണിയുടെ ആ ഒരു മെറ്റീരിയലിനല്ല കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളെയും നമ്മൾ ലിനൻ എന്നാ പറയാം. മനസ്സിലാവുന്നോ? അവിടെ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളാവാം, ടേബിൾ കവറുകളാവാം, നമ്മൾ ഡോക്ടേഴ്സും നഴ്സസും ഉപയോഗിക്കുന്ന കോട്ടുകളാവാം, അവരുപയോഗിക്കുന്ന സ്യൂട്ടുകളാവാം. അങ്ങനെ എല്ലാത്തിനെയും, ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളെയും വസ്ത്രങ്ങളെയും നമ്മൾ ലിനൻസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ലിനൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എല്ലാ തുണിത്തരങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഹോസ്പിറ്റലില് ഈ തുണിത്തരങ്ങൾ, ഈ പറയുന്ന ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ആ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കഴുകണ്ടേ? കഴുകി ക്ലീൻ ചെയ്ത് പിന്നെയും റീയൂസ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവില്ല. അതിന് കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇനി പഠിക്കും കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഈ തുണിത്തരങ്ങൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. അത്രയും ക്ലിയർ ആണോ? അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന ഒരു ഐഡിയ കിട്ടിയല്ലോ. തുണിത്തരങ്ങൾ ഏതൊക്കെയാണ്, അതിനെങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അതിന്റെ ലോണ്ടറിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിക്കാം. ഓക്കെ, ഇൻ ദ പ്രസന്റ് ഡേ ഹോസ്പിറ്റൽ the laundry and linen services are one of the most important supporting service. For a laundry and linen service, present day hospitals, laundry and linen services in the department service and the important supporting service. Laundry department at hospital are responsible for maintaining neatness of linens, staff uniform, lab coat, and tailoring services to meet the needs of patient and staff. അപ്പൊ ഇത്തരത്തിലൊരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും? ആ ഒരു ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളുടെ വൃത്തി അല്ലെങ്കിൽ നീറ്റ്നെസ് കീപ്പ് ചെയ്യേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കില്ലേ? അല്ലേ? അങ്ങനെ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റാഫുകളുടെ യൂണിഫോം ആവാം,
ലാബ് കോട്ടുകളാവാം, അങ്ങനെ ഏതൊരു തുണിത്തരങ്ങളാണെങ്കിലും അതിന്റെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചില ഹോസ്പിറ്റലുകളിൽ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോ തുണിത്തരങ്ങളിൽ എന്തെങ്കിലും കേടുപാടുകളോ കാര്യങ്ങളോ വന്നാലോ അതൊക്കെ റിപ്പയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് ടൈലറിംഗ് സർവീസുകൾ ഉണ്ടാവും. അതിനനുസരിച്ച് അവിടെയുള്ള പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയൊക്കെ ആവശ്യകതകളും കാര്യങ്ങളും ഒക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയും ആ തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വൃത്തി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. Clear ആണല്ലോ? Then the hospital laundry with linen which got stained from various body fluids, that is blood, urine, feces, etc. This type of linen needs to be cleansed and serviced before they are being put into the washing machine, as they are carefully and delicately handled. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരുപാട് തുണികൾ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും അത് കൈകൊണ്ട് വാഷ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. വാഷിംഗ് മെഷീൻസ് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വാഷിംഗ് മെഷീൻസും കാര്യങ്ങളും ഒക്കെ ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ഹോസ്പിറ്റലില് നമ്മൾ ഒരുപാട് തുണിത്തരങ്ങളുണ്ട്. അപ്പൊ അതില് ചില തുണിത്തരങ്ങളെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട്, അതായത് ബ്ലഡോ ഫീസസോ യൂറിനോ മലം മൂത്രം അതുപോലെ തന്നെ രക്തം ഇവയുമായി ബന്ധപ്പെട്ട് കണ്ടാമിനേഷൻസ് വന്ന് അല്ലെങ്കിൽ എന്താവാറുണ്ട്, സ്റ്റെയിൻ പറ്റാറുണ്ട്, കറ പറ്റാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും സ്റ്റെയിൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കറകൾ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ നേരിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുക ചെയ്യാം. അതിന് മുൻപായിട്ട്, കാരണം അത് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഈ തുണിത്തരങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റു തുണികളിലേക്കും ഇതിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് പകരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവ നമ്മൾ നേരിട്ട് ആ ഒരു വാഷിംഗ് സൈക്കിളിലേക്ക്, ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ തുണിത്തരങ്ങളെ ക്ലെൻസ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റിംഗ് ലിക്വിഡും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് ഇത് എന്ത് ചെയ്യുള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ള വാഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റുള്ളൂ. അപ്പൊ അതിന് മുൻപ് ഇത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസുകളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് ഇടുള്ളൂ. അത് വളരെ ശരിയായ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള തുണികൾ സ്റ്റെയിൻഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വളരെ കെയർഫുൾ ആയിട്ടും വളരെ ഡെലിക്കേറ്റ് ആയിട്ടും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് എ റിലയബിൾ ലോണ്ടറി സർവീസ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വസനീയമായ ഒരു ലോണ്ടറി സർവീസ് ഒരു ഹോസ്പിറ്റലിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റല് ശരിയായ രീതിയിൽ ഒരു ലോണ്ടറി സർവീസില് പ്രോസസ്സുകൾ നടത്തിയില്ലെങ്കിൽ എന്താ പറ്റാ ഈ തുണികള് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഈ തുണികൾ പോകുന്നുണ്ട്. അതിലൂടെ ഒരുപാട് പേർക്ക് ഇൻഫെക്ഷൻ വന്നൂടെ ശരിയായ രീതിയിൽ ആ ഒരു പ്രോസസ്സുകൾ ചെയ്യുന്നില്ല എങ്കിൽ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വസനീയമായിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോണ്ടറി സർവീസ് എപ്പോഴും ഒരു ഹോസ്പിറ്റലില് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ എന്താ പറഞ്ഞേ, പ്രസന്റ് ഹോസ്പിറ്റലുകളെല്ലാം ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടീവ് സർവീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ അല്ലെങ്കിൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അത് ഇതിനൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളാവാം, യൂണിഫോമുകളാവാം, സ്റ്റാഫുകളുടെ ലാബ് കോട്ടുകളാവാം മുതലായവയൊക്കെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ ടൈലറിംഗ് സർവീസുകൾ പ്രവർത്തിപ്പിക്കാനും അതിലൂടെ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും അവരുടെ ആവശ്യകതകൾ നിറവേറ്റി നൽകാനുമുള്ള ഒരു ഉത്തരവാദിത്വം ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ്, യൂറിൻ, ഫീസസ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് കറ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങൾ ഉണ്ടെങ്കിൽ അവ നേരിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലെൻസ് ചെയ്യുന്നു, സർവീസ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ വാഷിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് the linen and laundry services should provide safe, clean, ample and timely supply of linen to user units of a hospital at right time, right place, right quantity and right price. എന്താ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പ്രൊവൈഡ് സേഫ്, സുരക്ഷിതമായിട്ടുള്ള, വൃത്തിയുള്ള, വളരെ മതിയായിട്ടുള്ള, വളരെ സമയബന്ധിതമായി തന്നെ
യൂസർ യൂണിറ്റുകൾക്ക്, ആ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾക്ക്, ഹോസ്പിറ്റലിലെ യൂണിറ്റുകൾക്ക് ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത്, ശരിയായ അളവില്, ശരിയായ വിലയിലും ഈ തുണിത്തരങ്ങൾ ലഭ്യമാക്കി നൽകേണ്ടത് ആര് തന്നെയാ? ഈ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആണ്. അപ്പൊ വളരെ സുരക്ഷിതമായിട്ടുള്ള തുണികളായിരിക്കണം, തുണിത്തരങ്ങളായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, മതിയായ അളവിലുണ്ടായിരിക്കണം, അതും വളരെ സമയബന്ധിതമായിട്ട് തന്നെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യണം? ലഭ്യമാക്കി നൽകേണ്ടതുണ്ട്. അത് ശരിയായ സമയത്ത് അവർക്ക് ലഭ്യമാക്കണം, അല്ലെ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട തുണിത്തരങ്ങള് ആ സമയത്തല്ലേ അവര് പറയുന്ന സമയത്ത് എത്തിച്ചു കൊടുക്കണ്ടേ, അല്ലെ? അപ്പൊ അതുപോലെ ഒരു സമയബന്ധിത റൈറ്റ് ടൈമില്, ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത്, ശരിയായ അളവിലും ശരിയായ വിലയിലും ഇത്തരത്തില് സേഫ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങൾ എത്തിച്ചു നൽകുക എന്ന് പറയുന്നതും ഈ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അവിടെ വരെയും വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു.